ഹലോ, അപ്പോൾ നമ്മൾക്ക് ഇന്ന് മറ്റൊരു അധ്യായത്തിലേക്ക് പോകാം. ഇത് മൊഡ്യൂൾ 6 നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ ഒരു സീരീസ് തുടങ്ങിയിരുന്നു. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഓൾറെഡി എസ് ബ്ലോക്ക് എലമെന്റ്സ് അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്നെ കുറിച്ചിട്ടാണ്. പി ബ്ലോക്ക് എലമെന്റ്സിൽ മൊത്തം നിങ്ങൾക്കറിയാം 6 ഗ്രൂപ്പുകളുണ്ട്. 6 ഗ്രൂപ്പുകളെ കുറിച്ചും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോവാണ്. വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ HSA ഫിസിക്കൽ സയൻസിന്റെ കൺഫർമേഷൻസ് ഒക്കെ വന്നു. ഓഗസ്റ്റ് 6-ാം തീയതിയാണ് എക്സാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ എന്ന് പറയുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ ദി കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും കിട്ടുക. ഫ്രം ദി ബേസ് ടു ദി MSc ലെവൽ വരെയുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം. വീഡിയോസാണ് നമ്മൾ മെയിനായിട്ടും ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമുക്കിന്ന് പി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവാം അല്ലെ. അപ്പൊ നിങ്ങൾ എല്ലാവരും കട്ടക്ക് സപ്പോർട്ട് ചെയ്യുമല്ലോ, കട്ടക്ക് തന്നെ പഠിക്കുകയും തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. നോട്ട്സ് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. നമ്മൾ HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. മൊത്തം 18 ഗ്രൂപ്പ് ഉണ്ട്. ആ 18 ഗ്രൂപ്പിലെ 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെ, അതായത് ഗ്രൂപ്പ് 13 to 18 വരെയാണ് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓരോരോ ഫാമിലീസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഫസ്റ്റ് എലമെന്റ് ഏതാണോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഫാമിലി പറയുക. ഇപ്പൊ നമുക്കറിയാം 13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോറോൺ ഫാമിലിയാണ് അല്ലെ. അപ്പൊ ബോറോൺ കഴിഞ്ഞ് പിന്നെ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, പിന്നെ നമ്മുടെ ഹീലിയം എന്ന് പറയുന്ന മേളിൽ നമ്മുടെ നോബിൾ ഗ്യാസിന്റെ ആ ഒരു സീരീസ്. അപ്പൊ 1, 2, 3, 4, 5, 6 ഈ 6 ഗ്രൂപ്പ്സ് ആയിരിക്കും ശരിക്കും നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ എസ് ബ്ലോക്ക് എലമെന്റ്സും പി ബ്ലോക്ക് എലമെന്റ്സും ടുഗദർ ചേർന്നിട്ട് നമ്മൾ പറയുന്ന പേരാണ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് നമ്മുടെ സിലബസിലുണ്ട്. അപ്പോൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ എന്താണ് ആദ്യം തന്നെ വാട്ട് ആർ പി ബ്ലോക്ക് എലമെന്റ്സ്, എന്താണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് നോക്കാം. എലമെന്റ്സ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 13 to ഗ്രൂപ്പ് 18. നോക്കണേ, മറന്നു പോരുത്. 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള മെമ്പേഴ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്? ദേ ആർ കോൾഡ് എസ് പി ബ്ലോക്ക് എലമെന്റ്സ് ബിക്കോസ് ദേ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ, നമ്മൾ ആദ്യമേ മുതൽ പറഞ്ഞതാണ്, ഓരോ ബ്ലോക്സും ഉണ്ടാവുന്നത് അവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്കാണ് പോകുന്നത് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഗ്രൂപ്പ് 13 മുതൽ 18 വരെ ഉള്ളതില് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് പി ഷെല്ലിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. പി ഷെൽ അല്ലെങ്കിൽ പി ഓർബിറ്റലിലേക്കാണ് പോകുന്നത്, പി ഓർബിറ്റൽ. ഇനി ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. NS2 NP1 മുതൽ 6 വരെ. അപ്പൊ നമുക്കറിയാം മൊത്തം 6 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ 6 ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്. അപ്പൊ P1 ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1 ആണെങ്കിൽ അത് 13ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. NS2 NP2 ആണെങ്കിൽ അത് 14ാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. NS2 NP3 ആണെങ്കിൽ 15, NS2 NP4 ആണെങ്കിൽ 16, NS2 NP5 ആണെങ്കിൽ 17, NS2 NP6 ആണെങ്കിൽ 18. ഇവിടുത്തെ ടോട്ടൽ നമ്മൾക്ക് 2, 1, 3 പ്ലസ് 10 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ ഗ്രൂപ്പ് കിട്ടും. ഒന്നുകൂടെ പറയാം, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അതിന്റെ മുകളിൽ NS2 NP1 ആണെങ്കിൽ 2, 1 എത്രയാ 3, അതിന്റെ കൂടെ 10 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബാക്കിയുള്ള കേസസ് നോക്കിക്കേ. ഇവിടെയാണെങ്കിൽ NS2 NP2 2, 2, 4, 4 പ്ലസ് 10, അപ്പൊ 14th ഗ്രൂപ്പിലായിരിക്കും ഉള്ളത്. NS2 NP2 എന്ന് പറയുന്നത് ഇത് 14th ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ. ഇനി NS2 NP3 എന്ന് പറയുമ്പോൾ 3 + 2 5, 5 + 10 15. അപ്പൊ ഇത് 15th ഗ്രൂപ്പിലായിരിക്കും, മെമ്പർ ആയിരിക്കും. നൈട്രജൻ എന്ന് പറയുന്നത് 15th ഗ്രൂപ്പിലെ ആളാണ്. ഇനി ഓക്സിജൻ എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? 4 + 2 6 ആണ്. 6 + 10 16th ഗ്രൂപ്പിലെയാണ് ഓക്സിജൻ. അഗെയിൻ NS2 NP5 എന്ന് പറയുമ്പോൾ 5 + 2 7, 7 + 10 എന്ന് പറയുമ്പോൾ 17th ഗ്രൂപ്പിലെ മെമ്പറാണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അതല്ലേ NS2 NP5 എന്ന് പറയുന്ന ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 17th ഗ്രൂപ്പിന്റെ ആയിരിക്കും. അഗൈൻ NS2 NP6 എന്ന് പറയുമ്പോൾ 6 + 2 8, 8 + 10 18. ദിസ് ഈസ് ദി 18th ഗ്രൂപ്പ്. 18th ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചാൽ NS2 NP6 ആണ്. 15th ഗ്രൂപ്പിന്റെ ചോദിച്ചാൽ NS2 NP3 ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിച്ചാലും നമ്മൾ ഉത്തരം എഴുതാൻ റെഡി ആയിരിക്കണം. ഇനി ഈ പി ബ്ലോക്ക് എലമെന്റ്സിൽ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്,
അതുപോലെ തന്നെ നോൺ മെറ്റൽസും ഉണ്ട്. മോസ്റ്റ് ഡൈവേഴ്സ് ബ്ലോക്ക് ആണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഇഫ് ഇൻ കേസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിച്ച് ഇസ് ദ മോസ്റ്റ് ഡൈവേഴ്സ് ബ്ലോക്ക്, അല്ലെങ്കിൽ ഡൈവേഴ്സിന്റെ മലയാളം എന്താണോ നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുമ്പോൾ എന്താണെങ്കിലും അറിയാൻ പറ്റുമല്ലോ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. അപ്പോൾ വിച്ച് ഇസ് ദ മോസ്റ്റ് ഡൈവേഴ്സ് ബ്ലോക്ക്? പി ബ്ലോക്ക് ആയിരിക്കും ഡൈവേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഈ ഗ്രൂപ്പ്സിലുള്ള ഈ ഡിഫറെന്റ് ഗ്രൂപ്പ്സും അതിനകത്ത് വരുന്ന മെമ്പേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് കവറേജ്. നമ്മുടെ ഫുൾ ഗ്രൂപ്പ് നോക്കുവാണ്. ഗ്രൂപ്പ് 13 ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ബോറോൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കോമൺ നെയിം ബോറോൺ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെല്ലാം ഏകദേശം ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും. കണ്ടോ, ഒരു ഫാമിലിയിലുള്ള ആൾക്കാരല്ലേ, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ. അപ്പം നമുക്ക് എല്ലാവർക്കും ഏകദേശം എന്തെങ്കിലുമൊക്കെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ബോറോണും അലുമിനിയവും ഗാലിയവും ഇൻഡിയവും താലിയവും ഏകദേശം ഒരേ പ്രോപ്പർട്ടിയൊക്കെ കാണിക്കുന്നവരാണ്. കാരണം എന്താ, ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2NP1 ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2NP1 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ പി ഷെല്ലിൽ പി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ സിമിലാരിറ്റീസ് ഒരുപാട് കാണിക്കും. അതുകൊണ്ട് നമുക്കതിനെ ബോറോൺ ഫാമിലി എന്ന് വിളിക്കും. സിമിലർലി 14 ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ജെർമേനിയം ഉണ്ട്, ടിൻ ഉണ്ട്, ലെഡ് ഉണ്ട്. ഈ 14 ഗ്രൂപ്പിന് കുറേയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി തന്നെ ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി, ഡ്യൂ ടു ദി കാർബണിന്റെ പെക്യുലാരിറ്റി പ്രോപ്പർട്ടീസ് കാരണം. അപ്പോൾ ഈ കാർബൺ ഫാമിലിയാണ് 14 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 14 ഗ്രൂപ്പ് കാർബൺ ഫാമിലിയാണ്. അതിനകത്ത് വരുന്ന മെമ്പേഴ്സ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. സിലിക്കൺ, ജെർമേനിയം ഒക്കെ സെമി കണ്ടക്ടേഴ്സിൽ വരുന്നതാണ്. ടിന്ന്, ലെഡ്. അപ്പോൾ 14 ഗ്രൂപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി 15 ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ആർസനിക് ഉണ്ട്, ആന്റിമണി ഉണ്ട്, ബിസ്മത്ത് ഉണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് നൈട്രജൻ ഫാമിലിയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS2NP3 ആണ്. നോക്കിക്കേ, NP3 എന്ന് പറയുമ്പോൾ പി ഓർബിറ്റലിന്റെ മാക്സിമം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, മാക്സിമം ഇലക്ട്രോൺസ് ഇൻ പി ഓർബിറ്റൽ. പി 3 തരം ഓർബിറ്റൽ ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പൊ പി ഓർബിറ്റലിലെ മാക്സിമം ഇലക്ട്രോൺ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ NP3 ആണ്. അതായത് പി ഓർബിറ്റൽ എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് പഠിച്ചു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 15 എന്ന് പറയുന്നത് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഫാമിലിയാണ് നൈട്രജൻ ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? Coming to 16th group, that is oxygen, sulfur, selenium, tellurium, polonium. Oxygen family. ഓക്സിജൻ ഫാമിലിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചാൽക്കോജൻസ്. ചാൽക്കോജൻസ് എന്ന ഓക്സിജൻ ഫാമിലിനെ അറിയും. അതുപോലെ തന്നെ ഇതിനെ പറയുന്ന നൈട്രജൻ ഫാമിലിനെ പറയുന്ന മറ്റൊരു പേരാണ് നിക്ടോജൻസ്. നിക്ടോജൻസ്. ഓക്കെ, നൈട്രജൻ ഫാമിലിനെ പറയുന്ന മറ്റൊരു പേരാണ് നിക്ടോജൻസ്. ഓക്കെ, അവിടെ പി സൈലന്റ് ആണ്. ഇനി നമ്മുടെ അപ്പോൾ ഓക്സിജൻ ഫാമിലിയിൽ അല്ലെ ചാൽക്കോജൻസിൽ വരുന്ന മെമ്പേഴ്സ് ആണ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം എന്ന് പറയുന്നത്. അഗെയിൻ 17th ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്, അസ്റ്റാറ്റിൻ. ഹാലജൻസ് ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. ഓൾമോസ്റ്റ് നമുക്ക് ഏതൊരു സോൾട്ട് എടുത്താലും അതെ, ഓൾമോസ്റ്റ് ഏത് കോമ്പൗണ്ട് എടുത്താലും നമുക്ക് ഹാലജൻസിനെ കാണാൻ പറ്റും അല്ലെ. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ്? NS2NP5 ആണ്. 5.7. ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ അക്വയർ ദി നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ദേ ആർ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. നമ്മൾ മെറ്റൽസിന്റെ കേസിൽ, എസ് ബ്ലോക്കിന്റെ കേസിൽ പറഞ്ഞു ഇലക്ട്രോ പോസിറ്റീവ് ആണെന്ന്. ഇവരെന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഒരു ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോൺ അഫിനിറ്റിയും കൂടുതൽ നമുക്ക് ഈ പറയുന്ന 17th ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. അഗെയിൻ നമ്മുടെ ലാസ്റ്റ് ഗ്രൂപ്പ് വന്നു, 18th ഗ്രൂപ്പ് വന്നു. അവിടുത്തെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റെഡോൺ. ഇവയുടെ പറയുന്ന മറ്റൊരു പേരാണ് നോബൽ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ്. ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നമുക്കറിയാം ഇതിന്റെ NS2NP6 ആണ്. ഇവിടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് പി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ ഇവർക്ക് പിന്നെ വേറെ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അവർ ഓൾറെഡി അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ല് ഫിൽഡ് ആണ്. അപ്പൊ ഇവരെ അതുകൊണ്ടാണ് നോബൽ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ഗ്രൂപ്പ് 18 കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നോബൽ ഗ്യാസസ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമോ? ആരാണ് ഇത് ഫസ്റ്റ് കോമ്പൗണ്ട് ഉണ്ടാക്കിയത്? അതുപോലെ ഒരു നോബൽ ഗ്യാസ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി നിലവിൽ വന്നോ എന്നൊക്കെ ആ ഒരു ഗ്രൂപ്പ് 18 എന്ന് പറയുന്ന ഫാമിലിയിൽ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ നോക്കാം. നമുക്കറിയാം, നമ്മളൊരു ബ്രീഫായിട്ട് ഒരു ജസ്റ്റ് ഒരു റഫ്
റഫായിട്ട് നമ്മളൊരു പീരിയോഡിക് ടേബിൾ വരച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ വരയ്ക്കുക. ഇവിടെ ആയിരിക്കും നമ്മുടെ ഹൈഡ്രജൻ്റെ പൊസിഷൻ, ഇവിടെ ആയിരിക്കും നമ്മുടെ ഹീലിയത്തിൻ്റെ പൊസിഷൻ. ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഏരിയ ആണ്. 3 എണ്ണം അല്ലെ, 4 എണ്ണം അല്ലെ. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ഇങ്ങനെ 2 പീരിയഡിലായിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അല്ലോ. അതിനകത്ത് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ പൊസിഷൻ. ലൊക്കേറ്റഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിന്റെ വലതുവശത്താണ് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ് കാണപ്പെടുന്നത്. സ്പാൻ പീരീഡ്സ് 2 to 7. അതായത് ഇവിടെ രണ്ടാമത്തെ പീരീഡ് തൊട്ട് സെക്കൻഡ് പീരീഡ് മുതൽ 7th പീരീഡ് വരെ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് അങ്ങനെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പീരീഡ് നമ്പർ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സിൽ ബോറോൺ ആണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, പിന്നെ നമ്മുടെ നിയോൺ. അറ്റോമിക് നമ്പർ 10 വരുന്ന നിയോൺ. അപ്പോൾ ഇവർ നമ്മൾ ഈ അറ്റോമിക് നമ്പർ 5 തൊട്ട് 5, 6, 7, 8, 9, 10 ഇവർ വരുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് തുടങ്ങുന്നത്. രണ്ടാമത്തെ പീരീഡിലാണ് തുടങ്ങുന്നത്. അങ്ങനെ സെക്കൻഡ് പീരീഡ് മുതൽ 7th പീരീഡ് വരെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. വൈഡ് റേഞ്ച് ഓഫ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇവർ നമുക്ക് ഇത്രയും പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫാമിലീസ് ഉള്ളത് കൊണ്ട് തന്നെ 6 ഫാമിലീസ് ഉള്ളത് കൊണ്ട് തന്നെ ദേ ഷോ വൈഡ് റേഞ്ച് ഓഫ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നമ്മളിപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സിൽ പൊതുവേ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി പീരീഡിൽ ഇതിന്റെ വേരിയേഷൻസ് എങ്ങനെയാണ് പീരീഡിലെന്ന് നോക്കാം. അറ്റോമിക് സൈസ് നമുക്കറിയാം. അറ്റോമിക് സൈസ് അലോങ് എ പീരീഡിൽ അറ്റോമിക് സൈസ് എന്ത് ചെയ്യുവാണ്? ഡിക്രീസ് ചെയ്യുവാണ്. അലോങ് എ പീരീഡിൽ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുവാണ്. കാരണം എന്താണ്? അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നതിന് കാരണം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയർ ചാർജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സെഡ്. സെഡ് വാല്യൂ കൂടുന്നത് കൊണ്ടാണ് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഷെല്ല് തന്നെയാണ്. ഒരു പീരീഡിൽ ഒരു ഷെല്ല് ഇപ്പം നമ്പർ ഓഫ് ഷെല്ല് എന്ന് പറഞ്ഞാൽ n=2 ആകെ 2 ഷെല്ലേ ഉണ്ടാവുള്ളൂ. അത് ഫ്രം ഫസ്റ്റ് ഗ്രൂപ്പ് ടു 18th ഗ്രൂപ്പ് ആകെ 2 ഷെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ പ്രോട്ടോൺസ് ഫർദർ ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ന്യൂക്ലിയർ ചാർജ് കൂടും, പക്ഷെ അറ്റോമിക് സൈസ് അതുകൊണ്ട് തന്നെ അറ്റോമിക് സൈസ് കുറയും. സോ അറ്റോമിക് സൈസ് ഡിക്രീസസ് ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു. വൈ? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കാരണം എന്താണ്? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ലെഫ്റ്റിൽ നമ്മുടെ മെറ്റൽസ് ആണുള്ളത്. അല്ല, മെറ്റൽസിനെ ഇലക്ട്രോൺസിനെ വിട്ട് കൊടുക്കാനുള്ള കഴിവാണ് കൂടുതൽ. അപ്പോൾ റൈറ്റിലേക്ക് പോകുന്നതോറും നമ്മുടെ 17th ഗ്രൂപ്പൊക്കെ ആകുമ്പോഴേക്കും ഒരു ഇലക്ട്രോണിനെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ ഔട്ടർമോസ്റ്റ് ഷെല്ല് സ്റ്റേബിൾ ആവും. അല്ലെ, 8 ഇലക്ട്രോൺ ആവും, സ്റ്റേബിൾ ആവും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അടുത്ത എന്താ? അയോണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞു അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കുറയും. അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള വേണ്ടിയിട്ടുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജീനാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. കാരണം എന്താ? അറ്റോമിക് സൈസ് കൂടുമ്പോഴേക്കും ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു എനർജി കുറവ് മതി, അട്രാക്ഷൻ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് അക്രോസ് ദ പീരീഡ്. കാരണം എന്താ? അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താ? അറ്റോമിക് സൈസ് കുറയുവാണ് ചെയ്യുന്നത്. അതായത് പി ബ്ലോക്ക് എലമെന്റിൽ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് സൈസ് കുറയുന്നു. സോ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതുപോലെ തന്നെ ഇവിടെ അയണൈസേഷൻ എൻതാൽപ്പിയും കൂടുന്നു. കിട്ടിയല്ലോ. ഇനി വേരിയേഷൻ ഡൗൺ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രൂപ്പിൽ നമുക്കറിയാം താഴത്തേക്ക് പോകുന്നതോറും ഫോർ എക്സാമ്പിൾ നമുക്ക് ബോറോൺ, കാർബൺ വേണ്ട, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ് നോക്കാം. ടിന്ന്, ലെഡ്. ഓക്കെ, ഇവിടെ ഈ കേസിൽ കാർബൺ എന്ന് പറയുമ്പം നമുക്ക് ആകെ അറിയാം 2 ഷെല്ലേ ഉള്ളൂ. 3 ഷെല്ല് വരും. ഇവിടെ 2 ഷെല്ല്, 3 ഷെല്ല്. ഇവിടെ വരുമ്പോൾ 4 ഷെല്ല് വരും. താഴത്തേക്ക് പോകുന്നതോറും 5ാമത്തെ ഷെല്ല് വരും, 6ാമത്തെ ഷെല്ല്. അപ്പോൾ ഷെല്ലിന്റെ നമ്പർ കൂടുന്നതനുസരിച്ച് അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? കൂടും. അറ്റോമിക് സൈസ് കൂടും. അതുകൊണ്ട് തന്നെ അയോണിക് സൈസും കൂടും. ക്ലിയർ അല്ലേ? ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അറ്റോമിക് സൈസ് കൂടുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും. ഇനി അറ്റോമിക് സൈസ് കൂടുമ്പോൾ പെട്ടെന്ന് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റാലിക് ക്യാരക്ടർ എന്ത് സംഭവിക്കും? കൂടും. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കും? അറ്റോമിക് സൈസ് കൂടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും. അറ്റോമിക് സൈസും അയണൈസേഷൻ എൻതാൽപ്പിയും
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അറ്റോമിക് സൈസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അയണൈസേഷൻ എൻതാൽപ്പി. കിട്ടിയോ? അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ക്ലിയർ അല്ലേ? ഇതെല്ലാം ബേസിക് കാര്യങ്ങളാണ്. പി ബ്ലോക്കിന് നമുക്ക് ഓരോ ഫാമിലിയും എടുത്ത് പറയാം. ഇപ്പം നമുക്ക് വേരിയേഷൻ, ഈ ഗ്രഡേഷൻ പ്രോപ്പർട്ടീസ് എല്ലാം പറയുവാണ്. അടുത്ത നേച്ചർ ഓഫ് എലമെന്റ്സ്. എലമെന്റ്സിന്റെ നേച്ചർ എങ്ങാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 13, 14, അതായത് ആദ്യത്തെ 2 ഗ്രൂപ്പുകൾ. ഗ്രൂപ്പ് 13 മെമ്പേഴ്സ് ആരൊക്കെയാണ്? ബോറോൺ, പിന്നെ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇവരാണ് ഗ്രൂപ്പ് 13 ആൾക്കാർ. ഏതൊക്കെയാണ്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇനി ഗ്രൂപ്പ് 14 ആണെങ്കിലോ, ഗ്രൂപ്പ് 14 ആൾക്കാരാണ് കാർബൺ, സിലിക്കോൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഓക്കെ, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. അപ്പൊ ഈ ഗ്രൂപ്പ് 13 14 നമുക്ക് മോർ മെറ്റാലിക് ഇൻ ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. കാർബൺ എന്ന് പറയുന്നത് മെറ്റൽ അല്ല. സിലിക്കൺ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു മെറ്റലോയിഡ് ആണ്. അപ്പൊ നമുക്കറിയാം. എന്നാലും കൂടുതലും മെറ്റാലിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഗ്രൂപ്പ് 13 14 കാണിക്കുക. ഇനി ഗ്രൂപ്പ് 15 16 ആയിക്കോട്ടെ. ഗ്രൂപ്പ് 15 ആണെങ്കിൽ എന്താ പറയുക? ബോറോൺ, കാർബൺ, നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇവരാണ് ഗ്രൂപ്പ് 15 മെമ്പേഴ്സ്. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഈ കേസിലാണെങ്കിൽ ഗ്രാജുവൽ ട്രാൻസിഷൻ ഫ്രം നോൺ മെറ്റാലിക് ടു മെറ്റാലിക്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്തോറും മെറ്റലിൽ നിന്ന് നോൺ മെറ്റാലായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതായത് ഗ്രാജുവൽ ട്രാൻസിഷൻ ഫ്രം മെറ്റാലിക് ടു നോൺ മെറ്റാലിക് ഡൗൺ ദി ഗ്രൂപ്പ്. താഴത്തേക്ക് പോകുന്നവരും നോൺ മെറ്റലിൽ നിന്ന് മെറ്റാലിക്. അപ്പൊ അതായത് ബിസ്മത്ത് എന്ന് പറയുന്നത് മെറ്റലാണ്. പറഞ്ഞതിന്റെ ജസ്റ്റ് തിരുത്തുണ്ട്. താഴെ ഡൗൺ ദി ഗ്രൂപ്പിലേക്കാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ നൈട്രജൻ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, അതായത് നോൺ മെറ്റൽ ആണ്. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ ഏകദേശം നോൺ മെറ്റൽ ആണ്. ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് എന്ന് പറയുമ്പോൾ മെറ്റലാവും. അതായത് ഡൗൺ ദി ഗ്രൂപ്പ് എന്ത് സംഭവിക്കും? മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അഗെയിൻ ഗ്രൂപ്പ് നമ്പർ 16 ഇവിടെയുണ്ട്. ഗ്രൂപ്പ് നമ്പർ 17 ആണ് അടുത്ത വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 17 സ്റ്റാർട്ട്സ് വിത്ത് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കേസിലാണെങ്കിൽ ദേ ആർ ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽസ് ആണ്. ഈ ആൾക്കാർ ഹൈലി റിയാക്റ്റീവ് ആണ്. കാരണം എന്താ? ഇവയ്ക്ക് ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2,7 ആണ് അല്ലേ? ഫ്ലൂറിന്റെ കേസിൽ 2,7. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2NP5 ആണ്. NS2NP5 ആണ്. വൺ മോർ ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ പി ഓർബിറ്റിൽ കംപ്ലീറ്റ്ലി ഫിൽ ആവും. അതുകൊണ്ട് തന്നെ ദേ ആർ ഹൈലി റിയാക്റ്റീവ് ആണ്. നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽസ് ഉള്ളതാണ് ഗ്രൂപ്പ് 17 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗ്രൂപ്പ് 18 അറിയാലോ. 18 എന്ന് പറയുന്നത് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റെഡോൺ ആണ് വരുന്നത്. ദേ ആർ ഹൈലി ഇനേർട്ട് ആണ്, വിച്ച് മീൻസ് കെമിക്കലി ഇനേർട്ട് ഗ്യാസസ് ആണ് ഗ്രൂപ്പ് 18 വരുന്നത്. ഇതാണ് പൊതുവേ നമുക്ക് പറയാനുള്ള നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രഡേഷൻ പ്രോപ്പർട്ടീസ് പറഞ്ഞു. താഴത്തേക്ക് പോകുന്നൊരു അറ്റോമിക് സൈസ് കൂടിക്കൊണ്ടിരിക്കുവാണ്. ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു പീരിയഡിന്റെ ലെഫ്റ്റിലേക്ക് നിന്ന് റൈറ്റിലേക്ക് പോകുന്നൊരു അറ്റോമിക് സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല, പക്ഷെ പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുന്നുണ്ട്. വിച്ച് മീൻസ് ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ഇനി അറ്റോമിക് സൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അയണൈസേഷൻ എൻതാൽപ്പി ആണ്. അതായത് അറ്റോമിക് സൈസ് കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ഓക്കെ അല്ലേ? ഇനി മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ. താഴത്തേക്ക് പോകുന്നതോറും അറ്റോമിക് സൈസ് കൂടുന്നത് കൊണ്ട് മെറ്റാലിക് ക്യാരക്ടർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് വേറെ കാര്യങ്ങൾ വല്ലതും പറയാനുണ്ടോ? ഇല്ല. 17th ഗ്രൂപ്പ് എന്ന് പറയുന്ന നോൺ മെറ്റൽസ് ആണ്. ദേ ആർ ഹൈലി റിയാക്റ്റീവ് ആണ്. കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അത് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആദ്യം ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു അല്ലെ. അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കാനോ ഉള്ള ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുകൊണ്ട് പറയുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് 13 കേസ് ആണെങ്കിൽ NS2NP1 ആണ് നമ്മുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 13 ഇലക്ട്രോണിന്റെ. അപ്പൊ ഇവിടെ ഈ രണ്ടും ഈ 1 ഇലക്ട്രോണിനെ മൊത്തത്തിൽ വിട്ടുകൊടുത്ത് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇവിടെ താലിയം എന്ന് പറയുന്നത് താഴത്തേക്ക് വരും. അതിന്റെ സൈസ് വളരെ കൂടുതലാണ്. ഇവിടെ താലിയം എന്ത് ചെയ്യും? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്ട്. ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ്, താഴത്തേക്ക് പോകും തോറും ഈ
NS2 പെയർ ചെയ്തിരിക്കുന്ന എസ് ഇലക്ട്രോണിന്, അതായത് ഓൾറെഡി അത് പെയർഡ് ആണ്, പെയർ ചെയ്തിരിക്കുന്ന ആ ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ടെൻഡൻസി, അതാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. പെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിന് ഇനേർട്ട് ആക്കി, അവർ അനങ്ങാതെ അനങ്ങിയിരിക്കും. അത് താഴത്തേക്ക് പോകുന്നതോറും, ഒരു ഗ്രൂപ്പിലെ താഴത്തേക്ക് പോകുന്നതോറും ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടി വരും. ആ ഇനേർട്ട് പെയർ എഫക്റ്റ് കൊണ്ട് ഇവിടുത്തെ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം എന്ന് പറയുന്നത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി ഗ്രൂപ്പ് 14 ആണെങ്കിൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. കാരണം എന്താ, NS2 NP2 ആണ് നമ്മുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. പിന്നെ എന്താ, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും ഗ്രൂപ്പ് 14 എലമെന്റ്സ്. ഇനി അവിടെ തന്നെ ലെഡിന്റെ കേസിൽ Pb2+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ Pb4+. Pb2+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ Pb4+. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ Pb2+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ Pb4+? കാരണം എന്തായിരിക്കും, നമ്മളിപ്പോൾ പറഞ്ഞതാണ്, ഓപ്ഷനിൽ ഉണ്ടാവും ഇനേർട്ട് പെയർ എഫക്റ്റ്. Pb2+ കൂടുതൽ സ്റ്റേബിൾ ആണ് Pb4+നെക്കാട്ടിലും, കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കിട്ടി. അടുത്ത നമ്മൾ ഗ്രൂപ്പ് 15ലേക്ക് പോവാണ്. ഗ്രൂപ്പ് 15ന്റെ കേസിലാണെങ്കിൽ നമുക്കിവിടെ എന്താ, NS2 NP5 ആണ്, സോറി NP3 ആണ് അല്ലേ? NS2 NP3 ആണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് വായിച്ചോട്ടെ. ടോട്ടൽ നമുക്ക് 5 വേണം അല്ലേ? അപ്പം NS2 NP3 ആണ്. ഈ NS2 NP3ന്റെ കേസിൽ നമുക്കറിയാം പി ഓർബിറ്റലിന്റെ മാക്സിമം ഇലക്ട്രോൺ കപ്പാസിറ്റി എന്ന് പറയുന്നത്, പി എന്ന് പറയുന്ന 3 ഓർബിറ്റൽസ് ഉണ്ട്, PX PY PZ. അതിന്റെ മാക്സിമം ഇലക്ട്രോൺ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇലക്ട്രോൺസിനെ കൂടെ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. 3 ഇലക്ട്രോൺസിനെ സ്വീകരിക്കുവാണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 വരും. ഇനി ഈ 3 ഇലക്ട്രോണിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ NS2 എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് ചെല്ലും. അപ്പോൾ +3 കിട്ടും. ഇനി ഇത് രണ്ടുമല്ല, ഞാൻ ഈ 3 5 ഇലക്ട്രോണിനെയും വിട്ടുകൊടുക്കാൻ പോവാണ്. അപ്പോൾ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പ് 15 കാണിക്കുന്ന 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +3 -3 +5 എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് 16ലേക്ക് വരുവാണെങ്കിൽ NS2 NP4 ആണ് നമ്മുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് +4 ഉണ്ട്, +6 ഉണ്ട്, +2 ഉണ്ട്, -2 ഉണ്ട്. കിട്ടിയല്ലോ. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. താഴത്തേക്ക് പോകുന്നതോറും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി വരും. ഓക്കെ, അതിന് മുകളിലത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് 16 എന്ന് പറയുമ്പോൾ നമുക്ക് ഏതായിരിക്കും ഗ്രൂപ്പ് വരിക? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് 16 എന്ന് പറയുക, ഗ്രൂപ്പ് 16 എലമെന്റ്സ് എന്ന് പറയുക. അപ്പോൾ ഓക്സിജൻ ആയിരിക്കും -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ ടെൻഡൻസി. താഴത്തേക്ക് പോകുന്തോറും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി വരും. ഓക്കെ അല്ലേ? ഇനി ഗ്രൂപ്പ് 17 ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കോമൺ ആയിട്ട് കാണിക്കുന്നത്, ദാറ്റ് ഈസ് -1. എനിക്കൊരു ഇലക്ട്രോൺ വേണം ആൻഡ് ഞാൻ ഇനേർട്ട് 8 ഇലക്ട്രോൺസ് ഒക്ടറ്റ് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP5 ആണ്. അതായത് പി ഓർബിറ്റലിൽ ഇനി എനിക്ക് ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ NP6 ആയി, അതായത് ഞാൻ സ്റ്റേബിൾ ആയി. അപ്പം -1 ആണ് കോമൺ ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ അതല്ലാതെ +1 കാണിക്കുന്നുണ്ട്, +3 കാണിക്കുന്നുണ്ട്, +5 കാണിക്കുന്നുണ്ട്, +7 കാണിക്കുന്നുണ്ട്. ഈ 5ഉം 2ഉം 7 ഇലക്ട്രോൺസിനെയും വിട്ടുകൊടുക്കുന്നുണ്ട് ചില കോമ്പൗണ്ട്സിൽ. +5 ഈ NPയിലുള്ള 5 ഇലക്ട്രോണിനെയും വിട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ +3 കാണിക്കുന്നുണ്ട്, +1 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് 17 ഒരു താരം തന്നെയാണ് കേട്ടോ. അടുത്ത ഗ്രൂപ്പ് 18ലേക്ക് പോകുക. മോസ്റ്റ്ലി 0 ആണ്. പക്ഷേ സിനോൺ കോമ്പൗണ്ട്സ് ഉണ്ട്. സിനോൺ കോമ്പൗണ്ട്സ് നമുക്ക് ഇനേർട്ട് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. സിനോൺ ആണ് ആദ്യത്തെ. സിനോൺ പ്ലാറ്റിനം ഹെക്സാഫ്ലൂറേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ആദ്യം തന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ നോബൽ ഗ്യാസ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ഏരിയ രൂപപ്പെട്ടത്. അപ്പോൾ ഇവിടെ സിനോൺ എന്ന് പറയുന്നത് ഈവൻ ദോ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽ ഇറ്റ്സ് ഔട്ടർമോസ്റ്റ് ഷെൽ, ഔട്ടർമോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് 8 ഇലക്ട്രോൺ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും സിനോൺ വിൽ ഫോം കോമ്പൗണ്ട്സ്. സിനോൺ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക മീൻസ് സിനോൺ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഇലക്ട്രോൺസിനെ കൊടുക്കുകയും ഇലക്ട്രോൺസിനെ വാങ്ങിക്കുകയും ചെയ്യുന്നു. മെയിൻലി സിനോൺ ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റും +6ഉം +8ഉം ഒക്കെ കാണിക്കുന്നുണ്ട് സിനോൺ കോമ്പൗണ്ട്സിൽ. അപ്പോൾ ഏകദേശം ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ.
ഇതാണ് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സിൽ, അതായത് ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെ കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സുകൾ ഇതാണ്. ഇനി നമുക്ക് റിയാക്ടിവിറ്റി ട്രെൻഡ്സ് നോക്കാം. എമംഗ് പി ബ്ലോക്ക് എലമെന്റ്സിൽ മൊത്തത്തിൽ നമ്മൾക്ക് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഗ്രൂപ്പ് 17, അതായത് ഹാലജൻസ് ആയിരിക്കും മോസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17 ആയിരിക്കും. ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസസ് ആയിരിക്കും ലീസ്റ്റ് റിയാക്റ്റീവ്, പക്ഷേ സിനോൺ അവിടെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ലൈക്ക് സിനോൺ ഡൈഫ്ലൂറൈഡ്, സിനോൺ ഓക്സിഫ്ലൂറൈഡ് തുടങ്ങിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് 16 ആണ് റിയാക്ട് ടു ഫോം ഓക്സൈഡ്സ്, ആസിഡ്സ്, പെറോക്സൈഡ്സ്, അങ്ങനെ വിവിധ തരം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് ഗ്രൂപ്പ് 16 ഓക്സിജനാണ്. കമ്പാരറ്റീവ്ലി മെയിൻലി ഓക്സിജൻ ആണ് ഗ്രൂപ്പ് 16 റിയാക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഇനി അസിഡിക് ആൻഡ് ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓക്സൈഡ്സ് ബിക്കം മോർ അസിഡിക് അക്രോസ് എ പീരീഡ്. അപ്പോൾ ഒരു പീരീഡിൽ അക്രോസ് എ പീരീഡ് മോർ അസിഡിക് ആവുന്നു. ഇപ്പം നമുക്കറിയാം മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് ആണ്, പക്ഷേ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് ആണ് അല്ലെ. കാർബൺ ഡയോക്സൈഡ് വെച്ചിട്ടാണ് നമ്മൾ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. സോഡ വാട്ടർ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കാർബോണിക് ആസിഡ് H2CO3 ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് ആണ്. അപ്പൊ നമുക്കറിയാം മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് സംഭവിക്കുന്നു, അസിഡിറ്റി കൂടുന്നു. ഏതിന്റെ? ഓക്സൈഡ്സിന്റെ അസിഡിറ്റി മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് കൂടുന്നു. അതുപോലെ തന്നെ ബിക്കംസ് മോർ ബേസിക് ഡൗൺ ദി ഗ്രൂപ്പ്, താഴത്തേക്ക് പോകുന്തോറും ബേസിസിറ്റി കൂടുന്നു. അതായത് മഗ്നീഷ്യം ഓക്സൈഡിനെ കമ്പയർ ചെയ്യുമ്പം താഴത്തേക്ക് വരുമ്പോൾ മഗ്നീഷ്യം താഴെയുണ്ട്, കാൽസ്യം ഉണ്ട്, സ്ട്രോൺഷ്യം ഉണ്ട്, ബേരിയം ഉണ്ട്. അപ്പൊ ബേരിയം ഓക്സൈഡ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ബേസിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ താഴത്തേക്ക് പോകുന്നവരും ബേസിസിറ്റി കൂടും, ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നവരും അസിഡിറ്റി കൂടും. അപ്പം ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നവരും അസിഡിറ്റി കൂടും, താഴത്തേക്ക് പോകുന്നതോറും ബേസിസിറ്റി കൂടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്സൈഡ്സിന്റെ ബേസിസിറ്റി, അസിഡിറ്റി, റിയാക്ടിവിറ്റി നോക്കുവാണെങ്കിൽ. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, താഴത്തേക്ക് പോകുന്നതോറും ജനറലി നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. നമ്മളിപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം നമ്മൾ പി ബ്ലോക്ക് എലമെന്റ് മാത്രമേ ഇപ്പൊ മനസ്സിലേക്ക് ചിന്തിക്കാവൂ, വേറെ ഒരു എലമെന്റ്സിനെയും ഇതിനകത്തോട്ട് കൊണ്ടുവരരുത്. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ ജനറലി ഇൻക്രീസ് ഡൗൺ എ ഗ്രൂപ്പ്, താഴത്തേക്ക് പോകുന്നതോറും മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡ്യൂ ടു ഇൻക്രീസിങ് വാണ്ടർവാൾ ഫോഴ്സ് താഴത്തേക്ക് പോകുന്നവരും കൂടുന്നു. അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. Group 14 has the highest melting and boiling point due to strong covalent bonding. Covalent bonding ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉള്ളത് ഗ്രൂപ്പ് 14 ആയിരിക്കും. ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉള്ളത്. Now moving to electronegativity. Electronegativity എന്ന് പറയുമ്പോൾ ഹൈ ഇൻ ടോപ്പ് പി ബ്ലോക്ക് എലമെന്റ്സ്. ടോപ്പ് പി ബ്ലോക്ക് മുകളിലുള്ള ആൾക്കാർക്കായിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. ഫ്ലൂറിന് പോളിംഗ് സ്കെയിലിൽ 4 ആണ് കാണിക്കുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി മെയിൻ ആയിട്ടും പൊളാരിറ്റിനെയും ബോണ്ട് നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇലക്ട്രോനെഗറ്റിവിറ്റി. അടുത്തായിട്ട് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ. നമ്മൾ പൊതുവിനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അവിടെ വെച്ച് തന്നെ നമുക്ക് കുറച്ച് ഏതാണ്ടൊക്കെ ഐഡിയാസ് കിട്ടും. ഫാമിലിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ മൊത്തത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ് നോക്കുന്നത്. ഫാമിലിയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഇത് പഠിച്ചാൽ തന്നെ കിട്ടും. മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രൂപ്പ് 3ഉം 14ഉം ഏകദേശം മെറ്റാലിക് ആണ്. 15, 17 എന്ന് പറയുമ്പോൾ നോൺ മെറ്റാലിക് അറ്റ് ദ ടോപ്പ്, മെറ്റാലിക് അറ്റ് ദ ബോട്ടം ആണ്. 18 എന്ന് പറയുമ്പോൾ നോൺ മെറ്റാലിക് ഗ്യാസസ് അറ്റ് റൂം ടെമ്പറേച്ചർ ആയിരിക്കും അല്ലെ. ഗ്രൂപ്പ് 13, 14, 15, 16, 17, 18 എന്ന് പറയുന്നത് ഇനേർട്ട് ഗ്യാസസ് ആണ്. 17 എന്ന് പറയുന്നതും ഗ്യാസസ് ആണ്, നോൺ മെറ്റൽസ് ആണ്. ഇനി പിന്നുള്ളത് 16 എന്ന് പറയുമ്പോൾ എന്താണ്, 15, 16 എന്നൊക്കെ പറയുമ്പോൾ താഴത്തേക്ക് വരുമ്പോഴും കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്, പിന്നെ അതുപോലെ തന്നെ 16 ഓക്സിജൻ, സൾഫർ, നൈട്രജൻ, ഫോസ്ഫറസ്, അർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ദിസ് ഇസ് ബിസ്മത്ത്. ഇവിടെ ലെഡ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഓക്സിജൻ, സൾഫർ, സെലീനിയം, പൊളോണിയം, ടെലൂറിയം, പൊളോണിയം ഇവരൊക്കെ മെറ്റൽസ് ആയിരിക്കും. താഴത്തേക്ക് പോകുന്നതോറും മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഇനി സ്പെഷ്യൽ എലമെന്റ്സിന്റെ കാര്യം കൂടി നോക്കാം. സ്പെഷ്യൽ എലമെന്റ്സിന്റെ കേസ് നോക്കുമ്പോൾ നമുക്കറിയാം കാർബൺ കൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി തന്നെ ഉണ്ടായത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബൺ. അവിടെ പഠിച്ചതല്ലേ, ഓർഗാനിക് കെമിസ്ട്രി തന്നെ ഉണ്ടായി. പിന്നെ നൈട്രജൻ എന്ന് പറയുമ്പോൾ നൈട്രജൻ
ഡയാറ്റമിക് മോളിക്യൂളാണ്, ട്രിപ്പിൾ ബോണ്ടാണ്, വെരി സ്റ്റേബിൾ ആണ്. കാരണം എന്താ, നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP3 ആണ്. NP3 എന്ന് പറയുമ്പം അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. 2 കാരണങ്ങളാണ്. സിമ്മട്രി ആണ് മെയിൻ റീസൺ. പിന്നെയുള്ളത് എക്സ്ചേഞ്ച് പ്രോപ്പർട്ടി ഉണ്ട്. എക്സ്ചേഞ്ച് എനർജി എന്ന് പറയുന്നതും ഏകദേശം സെയിം എക്സ്ചേഞ്ച് എനർജിയാണ്. ഇലക്ട്രോൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകാൻ പറ്റുമല്ലോ. NP3 എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺസ് ഇങ്ങനെ ഓരോ ഓർബിറ്റൽസിൽ ഇരിക്കുവാണ്. അപ്പോൾ സിമ്മട്രി ഉണ്ട്, അതുപോലെ തന്നെ സെയിം എക്സ്ചേഞ്ച് എനർജി ആയിരിക്കും. ഇനി ഓക്സിജൻ എസെൻഷ്യൽ ഫോർ റെസ്പിറേഷൻ ആൻഡ് കമ്പഷൻ. ഫ്ലൂറിൻ മോസ്റ്റ് റിയാക്റ്റീവ് നോൺ മെറ്റൽ. സിനോൺ ഫോം സ്റ്റേബിൾ ഫ്ലൂറോഡ്സ് ലൈക്ക് CH4. ഇതാണ് നമ്മുടെ നോബൽ ഗ്യാസിൻ്റെ കേസിൽ ഫസ്റ്റ് നമുക്ക് ഒരു റിയാക്ഷൻ നടന്ന് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ആക്ച്വലി സിനോൺ കോമ്പൗണ്ടാണ്. സിനോൺ ആണ് ഒരു ഫസ്റ്റ് കോമ്പൗണ്ട് ഫോം ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ഫ്ലൂറൈഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. സിനോണിൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ട് സ്പെഷ്യൽ എലമെൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ. ഇനി പി ബ്ലോക്ക് എലമെൻസിൻ്റെ മെയിൻ യൂസസ് നോക്കാം. ഇൻഡസ്ട്രിയൽ ആൻഡ് എവറിഡേ യൂസസ്. ബോറോൺ ആണെങ്കിൽ ഗ്ലാസിൻ്റെ പ്രിപ്പറേഷനിൽ, പിന്നെ ഡിറ്റർജൻറ്റിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ബോറോൺ യൂസ് ചെയ്യുന്നുണ്ട്. അലുമിനിയം ലൈറ്റ് വെയിറ്റ് മെറ്റലാണ്. നമുക്കറിയാം ഡേ ടു ഡേ ലൈഫിൽ അലുമിനിയത്തിന് ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. വൈഡ്ലി യൂസ്ഡ് ഇൻ പാക്കേജിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. ദെൻ കാർബൺ ഫോംസ് ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഹൈഡ്രോകാർബൺസ് എക്സെട്ര. സിലിക്കൺ ആണെങ്കിൽ കീ എലമെന്റ് ഇൻ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സോളാർ പാനൽസ്. നൈട്രജൻ ആണെങ്കിൽ യൂസ്ഡ് ഇൻ ഫെർട്ടിലൈസേഴ്സ്. അതായത് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ ഏരിയയിൽ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യണം. ഫോസ്ഫറസ് ആണെങ്കിൽ എസെൻഷ്യൽ ഫോർ ലൈഫ്, ATP, DNA തുടങ്ങിയ സംഗതികളൊക്കെ. ഓക്കെ. പിന്നെ ഓക്സിജൻ ഉണ്ട്, സപ്പോർട്ട്സ് ലൈഫ് ആൻഡ് കമ്പോഷൻ. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു. സൾഫർ യൂസ്ഡ് ഇൻ ഗൺ പൗഡർ, ഫെർട്ടിലൈസേഴ്സ്. ക്ലോറിൻ ഡിസിൻഫെക്റ്റന്റ്, PVC, പ്ലാസ്റ്റിക്സ്. നോബൽ ഗ്യാസസ് ഹീലിയം ഇൻ ബലൂൺസ്, നിയോൺ ഇൻ ലൈറ്റ്സ്, സിനോൺ ഇൻ ഫ്ലാഷ് ലാമ്പ്. ഇതൊക്കെ. ഇനി ബയോളജിക്കൽ റോൾ ആണെങ്കിൽ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ഫോസ്ഫറസ് ആർ എസെൻഷ്യൽ ഫോർ ലൈഫ്. Oxygen is vital for aerobic respiration. Nitrogen is a building block of amino acid and protein. സോ ഇതാണ് ബേസിക് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതായത് ബോത്ത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സ് രണ്ടിനെ കൂടെ കമ്പൈൻ ചെയ്ത് നമ്മുടെ സിലബസിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോന്ന് കാർബൺ ഫാമിലി എന്താണ്, ഹൗ ദി ട്രെൻഡ് ആക്ച്വലി മൂവിങ് ഇൻ കാർബൺ ഫാമിലി, പിന്നെ എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു ആസ് പെർ ദി NCERT ടെക്സ്റ്റ് ബുക്ക് എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് 13 എന്താണെന്ന് നോക്കാം.